പൊതിച്ചോറ് തിന്നാനൊരു കൊതി. പെട്ടെന്നുണ്ടായ കൊതിയാണോയെന്നറിയില്ല, പക്ഷേ പൊതിച്ചോറ് തിന്നാനൊരു കൊതി. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ കണ്ടിട്ടായിരിക്കും പൊതിച്ചോറ് തിന്നാൻ പെട്ടെന്നൊരു കൊതി വന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ യൂട്യൂബിനകത്ത് മൊത്തം പൊതിച്ചോറിൻ്റെ വിശേഷമാണല്ലോ, അപ്പം അതുകൊണ്ടായിരിക്കാം. എന്തായാലും കൊതി തോന്നുന്ന ദിവസം നല്ലതായിരുന്നു. ഇഷ്ടംപോലെ വിഭവങ്ങളുള്ള ദിവസമായിരുന്നു. അതിനാൽ പെട്ടെന്ന് ഓടിപ്പോയി ഒരു ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നു. അത് വാട്ടി അതിലേക്ക് ചോറൊക്കെ നിറച്ചു. സാമ്പാർ ഉണ്ടായിരുന്നു, അവിയലുണ്ട്. സാമ്പാർ അവിയലെൻ്റെ ഫേവറേറ്റ് ആണ്. അതിൻ്റെ കൂടെ വറ്റ മീൻകറി ഉണ്ടായിരുന്നു, വറ്റ മീൻ പൊരിച്ചതുണ്ടായിരുന്നു, മുട്ട പൊരിച്ചതുണ്ടായിരുന്നു, ചമ്മന്തി, ഒരു ഇച്ചിരി നാരങ്ങ. അങ്ങനെ വിഭവസമൃദ്ധമായ ഒരു ഊണായിരുന്നു ഇന്നത്തത്. ഇതെല്ലാം കൂടെ ഇല വാട്ടി അതിലേക്ക് വെച്ച് പൊതിഞ്ഞ് എനിക്ക് തോന്നുന്നു ഏകദേശം ഞാനൊരു 2 മണിക്കൂർ വെച്ച് കാണും. പക്ഷേ ഭയങ്കര കൊള്ളായിരുന്നു. നമ്മൾ പണ്ടൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ രാവിലെ 8 മണിക്ക് ചോറ് പാക്കിയത് ഉച്ചയ്ക്ക് 1:30 സമയം, 2 മണി 1:30 സമയത്തല്ലേ നമ്മൾ ചോറ് കഴിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ഗ്യാപ്പ് വരും. ഇത് 2 മണിക്കൂറോളം ഓൾമോസ്റ്റ് കിട്ടി. പൊതിച്ചോറ് അടിപൊളിയായിരുന്നു കേട്ടോ. മൊത്തം കുറേ കാലത്തിന് ശേഷം മൊത്തം ഫുഡ് ആസ്വദിച്ച് കഴിക്കുമ്പോഴേ എന്തായാലും നമുക്കൊരു ഭാഗ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാ ദിവസവും പൊതിച്ചോറ് കഴിച്ചില്ലെങ്കിലും നമുക്ക് രുചികരമായ ഭക്ഷണം എല്ലാ ദിവസവും ദൈവം സഹായിച്ചുണ്ട്. പണ്ട് ആൾക്കാർ പറയുന്നത് കേൾക്കാം, എന്താണ് 1-2 കറികൾ കൂട്ടിയുള്ള ഊണിൻ്റെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. നമുക്ക് എല്ലാ ദിവസവും നമുക്ക് കഴിക്കാൻ ആഹാരം ദൈവം തരുന്നുണ്ട്. ഇന്നത്തെ ദിവസം അത് വിഭവസമൃദ്ധമായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും എൻ്റെ കൊതി പൂവണിഞ്ഞു. ഓരോ ഉരുളയും ഞാൻ ആസ്വദിച്ചാണ് കഴിച്ചത്. വളരെ കാലമായല്ലോ എല്ലാ കറിയും കൂടെ കൂട്ടി നമ്മൾ ഓണം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സദ്യ ഒരുക്കി കഴിക്കാറുണ്ട്. അപ്പോഴും നമ്മൾ എല്ലാ കറിയും കൂട്ടി കഴിക്കാറുണ്ട്. പക്ഷെ ഇന്നെന്തോ എനിക്കൊരു പ്രത്യേകത ഇഷ്ടം തോന്നി. എല്ലാം കൂടെ ചേർത്ത് കഴിച്ചിട്ടാണോ എന്തോന്ന് അറിയില്ല, ഒരു പ്രത്യേക ഇലയുടെ ഒരു വാസന, വലിയ നല്ലൊരു ഇലയുടെ ഒരു ഇതുണ്ടായിരുന്നു. എന്തോ എനിക്കത് നല്ല ആഹാരമായിരുന്നു അന്നത്തെ. നമ്മൾ തന്നെയാണല്ലോ എല്ലാം ഉണ്ടാക്കുന്നതും. അപ്പം നമ്മുടെ ആഹാരം മോശമാണെന്ന് പറയാനും നമുക്ക് ഇതാണല്ലോ. പക്ഷേ എങ്കിലും അല്ല, കള്ളം പറയാമല്ല, ആഹാരമൊക്കെ നല്ലതായിരുന്നു, നല്ല ഊണായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കൊരു ഭയങ്കര ഇതുണ്ടായിരുന്നു. എങ്ങനെയല്ല നമ്മൾ പണ്ട് പറയായിരുന്നല്ലോ, നമ്മളെ വെട്ടുവശം, ഇലയുടെ വെട്ടുവശം വരേണ്ടത് നമ്മുടെ വലതുവശത്താണ്, വലത് കൈയുടെ അടുത്താണെന്ന്. അപ്പം അതാണ് എല്ലാം തിരിച്ചു വെച്ചത്. എന്ത് പറയണമെന്നും അറിയില്ല. ചോറ് അടിപൊളിയായിരുന്നു, കഴിച്ചു. ഒരു തരി ഇല്ല, എല്ലാ ചോറും എല്ലാ കറിയും കൂട്ടി ആസ്വദിച്ച് കഴിച്ചു. ദൈവം ഇതുപോലെ എന്നും എപ്പോഴും എക്കാലവും നല്ല ആഹാരം തരുവാൻ ദൈവം കാട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇച്ചിരി ഒഫീഷ്യലായി പോയോന്ന് അറിയില്ല, എങ്കിലും എൻ്റെ പൊതിച്ചോറ് നിങ്ങൾക്കും ഇഷ്ടമായെന്നോ കരുതുന്നു. വീഡിയോ ബോറായെങ്കിൽ ക്ഷമിക്കണം. ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഇഷ്ടമായെങ്കിൽ. ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചതാണ്, എനിക്ക് എന്താണ് ഇങ്ങനെ പെട്ടെന്നൊരു പൊതിച്ചോറ് തിന്നാൻ ആഗ്രഹം വന്നത്. അത് വെറുതെ ഇങ്ങനെ യൂട്യൂബ് കണ്ടിട്ടാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ എങ്കിലും ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്തെന്നറിയോ, ഇപ്പം എന്നെപ്പോലെ ഒത്തിരി പേരും നമ്മൾ വീട്ടിൽ നമ്മളെ ജോലിയൊക്കെ ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി, നമ്മളെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി, പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ച് അങ്ങനെ നമ്മുടെ ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നു. അപ്പോൾ പോകുമ്പം എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ അധികം നമ്മളുടെ ലൈഫ് നമ്മളെ ഇഷ്ടം പോലെ നമുക്കിങ്ങനെ പുറത്തിറങ്ങി, ഇപ്പം നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്താവട്ടെ, കോളേജിൽ പോകുന്ന സമയത്താവട്ടെ, നമ്മൾ പുറത്തിറങ്ങി കൂട്ടുകാരോടൊക്കെ മിണ്ടി, അപ്പം നമ്മുടെ ഒരു ആംബിയൻസ് വേറെയാണ്. അതുപോലെ ഒരു ലൈഫ് കിട്ടാത്തത് കൊണ്ടാണോ, ലൈഫ് എന്ന് മീൻസ് അങ്ങനെയല്ല, അതുപോലെ ഒരു സാഹചര്യം കിട്ടാത്തത് കൊണ്ടാണോ നമുക്കിങ്ങനെ ആഗ്രഹങ്ങളൊക്കെ വരുന്നതെന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. പക്ഷെ അല്ല, നമ്മളിപ്പം പണ്ടും ഇതുപോലെ പെട്ടെന്നിരിക്കുമ്പോൾ ചില ആഗ്രഹങ്ങളൊക്കെ വരും. അത് നമുക്ക് അന്ന് പെട്ടെന്ന് നമ്മൾ സാധിച്ചെടുക്കുകയും ചെയ്യും. അതിനെ സാധിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് എന്തായാലും എൻ്റെ ആഗ്രഹം ഞാൻ സഫലീകരിച്ചു. ഇത് വലിയൊരു ആഗ്രഹം, ഇത് കേട്ടതൊന്നും ഇതെന്തോ വലിയ സംഭവമാണെന്ന്, പക്ഷെ അല്ല. നമുക്ക് നമ്മുടെ ഒരു ലൈഫിൽ ഇങ്ങനെ ഇങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ, നമുക്ക് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളെ നമ്മളത് നടത്തിയെടുക്കുമ്പം നമുക്ക് നമ്മളറിയാണ്ട് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അല്ലേ. ഇതൊക്കെയല്ലേ നമ്മൾ ജീവിതത്തിൻ്റെ ഒരു രസമെന്ന് പറയുന്നത്. എല്ലാ ദിവസവും നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നു, എല്ലാം നമ്മൾ സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. പക്ഷെ എല്ലാം ചെയ്യുന്നു,
പക്ഷേ എങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെ കുറച്ച് കുറച്ചായിട്ട് നടത്തിയെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ മറ്റുള്ളവരുടെ ഇത് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെയും ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സഫലീകരിച്ച് നമ്മൾ ജസ്റ്റ് അത്യാവശ്യം ഇങ്ങനെ ഒന്ന് താളത്തിനൊത്ത് ലൈഫിനൊത്ത് മുന്നോട്ട് പോകുമ്പോൾ ആർക്കും ഒരു വിഷമം ഉണ്ടാക്കാതെ ഇരുന്ന് നമ്മളിങ്ങനെ ഒരു നമ്മുടെ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴല്ലേ അതിനൊരു രസം. ഇപ്പോൾ ജീവിതത്തിലിപ്പം വലിയ വലിയ മഹാന്മാരാവാനോ അല്ലെങ്കിൽ മഹതികളാവാനോ ഒന്നും ആർക്കും അത് ചെറുതാണോ വലുതാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടല്ലോ. പക്ഷേ എങ്കിലും നമ്മുടെ കിട്ടുന്ന ഈ ലൈഫിൽ ഇങ്ങനെയുള്ള നമ്മുടെ കൊച്ചു കൊച്ചു മോഹങ്ങളെയൊക്കെ സഫലീകരിച്ച് അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങനെ. നമ്മളിപ്പോൾ ഞാൻ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഞാനും എൻ്റെ മോളും കൂടാണ് മിക്കവാറും വീട്ടിൽ നിൽക്കുന്നത്. അപ്പം നമുക്ക് ആരോടും വേണ്ടി പറയാനൊന്നുമില്ല. അപ്പം നമ്മൾ ഒരിക്കലെങ്കിൽ പിന്നെ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിമിഷങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വലുതാവുമ്പോഴും നമ്മൾ വലുതാവുമ്പോഴല്ല കുഞ്ഞുങ്ങൾ വലുതാവുമ്പോഴല്ല നമുക്ക് പ്രായമാകുമ്പോഴൊക്കെ നമുക്കത് കാണാമല്ലോ എന്നൊക്കെ നമ്മൾ പണ്ടൊക്കെ ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ ചിന്തിക്കുമായിരുന്നേ. ഇപ്പം നമ്മൾ ഈ സിനിമകളൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഈ നടന്മാരും നടിമാരും എല്ലാം എത്ര പ്രായം ചെന്നാലും അവർക്ക് അവരുടേതായിട്ടുള്ള ഈ ഇതൊക്കെ അവരെന്തായിരുന്നു എങ്ങനെ ഇരുന്നു പണ്ടെന്നൊക്കെ കാണാമല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ കരുതത്തില്ലേ. അപ്പം അങ്ങന്മാതിരി ഒരു സാധാരണക്കാരന് അങ്ങനെ ഒരു അവസരം കിട്ടുന്നത് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ യൂട്യൂബ് അതെനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പം നമ്മുടെ ചാനലല്ലേ, അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ അല്ലെ നമ്മുടെ ഇങ്ങനെയുള്ള ചിലപ്പെട്ടപ്പെട്ട ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ചുമ്മാ വെറുതെ ഇരിക്കുമല്ലേ. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്ത് അതിങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 10 പേര് കാണും, അത് ശരിയാണ്. അതിൽ സന്തോഷം കണ്ടെത്തുവാണെങ്കിൽ അതും ഓക്കെ അല്ലേ. അപ്പം അത് നമുക്ക് പിന്നെ കുറേ നാളിന് ശേഷം നമുക്ക് വീണ്ടും അത് കണ്ടുകൂടെ അല്ലേ. എന്തായാലും ഞാൻ എൻ്റെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ചില കുഞ്ഞു വട്ടുകൾ അല്ലേ, കുഞ്ഞു പ്രാന്തുകൾ അല്ലെങ്കിൽ കൊച്ചിഷ്ടങ്ങൾ, ഈ ഇഷ്ടങ്ങളെയൊക്കെ അത് ആസ്വദിക്കുന്ന ഏതെങ്കിലും ആൾക്കാർ കാണുവാണെങ്കിൽ അവരും ആസ്വദിക്കട്ടെന്നേ. ചെറിയ സന്തോഷങ്ങൾ. എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ഒരു ചെറിയ ലൈക്കും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീണ്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ നല്ല നിമിഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ശരി, ടാറ്റാ. അന്നൊരു നാൾ